നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തൃപ്പൂണിത്തുറയിൽ തന്നെയുള്ള ഒരു കള്ള് ഷോപ്പിലാട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ആളുടെ ബേബിയാണ്. ഇത് ആൾക്ക് 2 വയസ്സായി, കേശു. ഓക്കെ, അപ്പോൾ ഇന്ന് വേറെ ഒന്നല്ല, ഞാൻ 5 വർഷം മുന്നേ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറി അന്ന് തൊട്ടേ ചിലവ് ചോദിക്കുന്ന ആളാണ് കാവ്യ. അപ്പോൾ കാവ്യക്ക് അന്ന് തൊട്ട് നമ്മൾ പറഞ്ഞിട്ട് ഇന്നാണ് നമ്മൾ ആ ട്രീറ്റ് ചെയ്യുന്നത്. 5 വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോഴാണ് ആ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷാപ്പിലാണ് വന്നത്. നോർമലി ഷാപ്പിലുള്ള എല്ലാ കറികളാണെങ്കിലും എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മീൻകറി ഓർഡർ ചെയ്തിരുന്നു, ചിക്കൻ, അതുപോലെ തന്നെ ബീഫ് എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞണ്ട് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരീക്കൽ വാട്ടർഫാൾസിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കാവ്യ. അപ്പോൾ ജന്മപരമായിട്ട് ഭ്രാന്ത് എന്ന് പറയുന്ന ഒരസുഖം അവൾക്ക് ജന്മസിദ്ധിയെ കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരീക്കൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരീക്കൽ പോകാനായിട്ട് സച്ചോടെ പറയുന്നത് വെള്ളം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അവിടെ പിടിച്ച് മുക്കും എന്നാണ് ആ ഡയലോഗ്. ചേച്ചി തിരിച്ചേ പറ, വർത്താനം പറ, ഹലോ പറ, ഹായ് പറ, ഹായ് ഹായ് ബൈ, പിന്നെ കാണാമെന്ന് പറ. പിന്നെ അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മൾ വന്ന ഷോപ്പ്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങരയ്ക്ക് അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. കണ്ണംകുളങ്ങര അമ്പലത്തിൻ്റെ അവിടെ നേരെ വരുമ്പോൾ അകത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി നേരെ വന്നാൽ നമ്മുടെ ഷോപ്പായി. ഓക്കെ, ദെൻ നമ്മൾ അരീക്കൽ പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അപ്പൂനെ വിളിച്ച് നമ്മൾ നേരെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോവാട്ടോ അരീക്കലിലേക്കാണ്, വേറെ എവിടെയും കയറുന്നില്ല ഇനി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ അരിക്കിലെത്തി. സജ്ജോട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പൂട്ടി ഇതാ നടന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ക്രൗഡ് ഉണ്ടായിരുന്നു, എന്നാലും ഒത്തിരി തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വെള്ളം കുറവാണ്, അതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെത്തും മുന്നേ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കാവ്യത അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേശു ആദ്യമേ വെള്ളത്തിലിറങ്ങി. അവൻ അപ്പേക്ക് അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ സെറ്റായി. ഓക്കെ, അപ്പോൾ അവൻ വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം, വെള്ളത്തിലിറങ്ങിയതിൻ്റെ നല്ല അടിച്ച് പൊളിച്ചതിന് നിൽക്കുകയാണ്. അവൻ കയറ്റാൻ നോക്കിയിട്ട് അവൻ കയറുന്നേ ഇല്ല. അങ്ങനെ കുറച്ച് നേരം അവനെ വെള്ളത്തിലൊക്കെ അവനെ കളിപ്പിച്ചു. അതിനപ്പോഴേക്കും കാവ്യ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളെ ഇറക്കി അങ്ങറ്റത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ട്. കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അവൾ ഇറങ്ങിയില്ലായിരുന്നു. ഇതെന്താ നമ്മളിപ്പോൾ കേശുവിനെ കയറ്റാനായിട്ടുള്ള ശ്രമമാണ്. എന്ത് ചെയ്തിട്ട് അവൻ കയറുന്നില്ല. ലാസ്റ്റ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും കാവ്യയും കൂടി കുറച്ച് നേരം അവനെ എടുത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ച്, അതിനിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് തരാം, അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം എന്നിട്ട് എന്ത് ചെയ്തിട്ടാൻ കയറുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കാവ്യ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് കയറ്റാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ആളെയും കൊണ്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.